2026 തുടങ്ങിയിട്ട് ഇന്ന് 15 ദിവസമൊക്കെ ആയി. എന്നാലും നമ്മൾ നമ്മുടെ റെസൊല്യൂഷൻസ് ഒന്നും മറന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വർഷം ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും ഇന്നൊരു കാര്യം ട്രൈ ചെയ്യും 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 എന്നുള്ള സെൻറ്റൻസുകൾ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വിൽ പവർ കാണിക്കുന്ന സെൻറ്റൻസുകൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇത്തരത്തിലുള്ള എല്ലാ സെൻറ്റൻസുകളും സ്റ്റാർട്ട് ചെയ്യണത് ഐ വിൽ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഉദാഹരണത്തിന്, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും ഈ ഒരു വർഷം, അങ്ങനെയാണ് ഉദ്ദേശിക്കണമെന്നാണെങ്കിൽ ഐ വിൽ റീഡ് മോർ ബുക്സ്. റീഡ് അതായത് വായിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിനെ കാണിക്കുന്ന വാക്ക്. ഞാൻ എന്തായാലും ഈ ഒരു വർഷം ജിമ്മിൽ പോകും എന്നാണെങ്കിൽ ഐ വിൽ ഗോ ടു ദി ജിം. അതേപോലെ തന്നെ ഈ ഒരു വർഷം ഞാൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും. കഴിക്കുക എന്ന് പറയുമ്പോൾ ഈറ്റ് എന്നാണ്. ഐ വിൽ ഈറ്റ് ഹെൽത്തി ഫുഡ്. അപ്പോൾ എല്ലാം ഐ വിൽ എന്ന് പറയുന്ന രീതിയിലാണ് തുടങ്ങുക. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതാണ്. നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വശങ്ങളിലോട്ട് പോകാനായിട്ടുണ്ട്. തൽക്കാലം നിങ്ങളും ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ ഒന്ന് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ശ്രമിക്കുക. ഇനി ഇതുപോലെ പേഷ്യൻസോട് കൂടിയിട്ട് കുറേശ്ശെ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇംഗ്ലീഷ് സദ്യയുടെ ഈ ഒരു പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.